നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും കോളേജിൽ നിന്ന് അധ്യായം തുടങ്ങാൻ പോവാണ്. സോ ഇപ്പം ടൈം കറക്റ്റ് പറഞ്ഞാൽ 5:05. ഇത്ര നേരത്തെ എണീക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എണീച്ചിട്ടേ ഉള്ളൂ. ഇത്ര നേരത്തെ എണീക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കോളേജിലേക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. എന്നുവെച്ചാൽ ഞാൻ ഇപ്പം 3rd ഇയറിലാണ്. എൻ്റെ ഫസ്റ്റ് വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇനിയും ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോവാണ്. സോ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. ഇപ്പോൾ 5:05. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കുളിയും ജപത്തിലേക്കൊക്കെ പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ 2 മാസത്തിന് ശേഷം പിന്നെയും കാണാൻ പോവുകയാണ്. സോ അതിൻ്റെ പണിയും കൂടെ ഇന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെറിയ കുട്ടി മോർണിംഗ് റൊട്ടീനാണ്. മോർണിംഗ് റൊട്ടീനല്ല, ജസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു, അതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിലൂടെ നിൽക്കുക. അപ്പം നമുക്കിനി പുറപ്പെട്ടിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ 2 മാസം സൂപ്പർ വെക്കേഷന് ശേഷം ഇന്നാണ് കോളേജ് തുറക്കുന്നത്. രാവിലെ എണീറ്റ് പോകാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിന്ന് നേരത്തേക്ക് എണീറ്റ് സെറ്റായി. പിന്നെ നമുക്ക് കോളേജിലെത്തിയിട്ട് കാണാം. ബൈ. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ബസ് കിട്ടുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഏകദേശം ഇപ്പം 8 മണിക്കാണ് എൻ്റെ ബസ് വരിക. സോ ഇനി ആ ബസ് കയറുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഇപ്പം സമയം കറക്റ്റ് പറയുക വെച്ചാൽ 7:50 അപ്പോൾ ഇനി ബസ് ഫസ്റ്റ് പീരീഡ് ഓപ്പൺ കോഴ്സാണെന്ന് പറഞ്ഞത്. അപ്പം രാവിലെ തന്നെ അവളെ പോയി കാണുന്നു, ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു, അതാണ് എൻ്റെ ഒരു പ്ലാന്. അവളെ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്കറിയില്ല. സോ അത് നമ്മൾക്കൊന്ന് ക്യാപ്ചർ ചെയ്യണം. അതേപോലെ തന്നെ അവളെ വ്ളോഗുണ്ട്, അരിഷ്മ പഠിക്കലിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവളെ വ്ളോഗ് വരുന്നതാണ്. സോ അതും നിങ്ങൾ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ബസ്സിനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി ബസ് എത്തിയിട്ട് വേണം ബാക്കി പരിപാടികൾക്ക്. കുറേ കാലത്തിന് ശേഷം 2 മാസത്തിന് കഴിഞ്ഞപ്പോഴാണ് ബസ്സിൻ്റെ ഇത് ഓർമ്മ വരുന്നതും പോകുന്നതും ഒക്കെ. മുടിയൊക്കെ ഒന്ന് കൊളായിരിക്കുകയാണ്. കാരണം അച്ഛനപ്പം വണ്ടിയിൽ ബസ് സ്റ്റോപ്പ് വരെ അച്ഛനെ ഇറക്കി തന്നു. അപ്പം എന്താ പറയുക, നമ്മൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുടി പോകും, അറിയാലോ. അപ്പം എപ്പോഴും ആൺകുട്ടികളെ ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത് ഹെൽമെറ്റ് വെക്കലാണ്. എന്നെ എഴുതി ഹെൽമെറ്റ് വെക്കാണ്ട് നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആക്സിഡൻ്റൊക്കെ പറ്റിയ വലിയ ആക്സിഡൻ്റ് ആയി തലയ്ക്കൊക്കെ ആകാതെ. അപ്പം സേഫ്റ്റി മുഖ്യമാണ് അല്ലേ. അപ്പോൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുക, അങ്ങ് പോവുക. അപ്പോൾ ഇനി എന്താ പറയുക, നമുക്ക് കോളേജിലെത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ നടക്കുകയാണ്, കാരണം നല്ല ബ്ലോക്കാണ് മിക്ക കോളേജ് ഭാഗത്തേക്ക്. കാരണം സ്കൂൾ ഓപ്പണിംഗ് അല്ലേ, സോ അതിന് ബ്ലോക്ക് ഉണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ സേവ്യൻ്റെ മുമ്പിൽ കാത്തിക്കുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് കോവൂര് ഇറങ്ങിയിട്ട് അങ്ങ് നടക്കാൻ വിചാരിച്ചു. അത്ര ദൂരമല്ലേ ഉള്ളൂ. നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നല്ല ബ്ലോക്കാണ്. ഇനിയിപ്പോൾ സേവ്യൻ്റെ മുമ്പിലാണ്. നമുക്ക് ID കാർഡൊക്കെ എടുത്തിടണം. കുറേ കാലത്തിന് ശേഷം ID കാർഡൊക്കെ ഇടുക, അത് വേറെ കാര്യം. ഇപ്പോൾ നമ്മൾ നേരെ നടക്കുക. സ്പീഡ് നടന്നാൽ നമുക്ക് അടത്താം. സേവ്യൻ്റെ മുമ്പിൽ വെയിറ്റിംഗ് ആണ്. അവൾ പറഞ്ഞിരുന്നു, ഞാൻ രാവിലെ കോൾ ചെയ്തപ്പോൾ അവൾ പറഞ്ഞിരുന്നു ബ്ലോക്കാണ്. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലോക്ക് ഉണ്ടാവും, അത് വേറെ കാര്യം. നമ്മൾ കുറച്ച് മുമ്പോട്ടെത്തിയിട്ട് ബ്ലോഗ് എടുക്കാൻ വേണ്ടി നമ്മളെ ക്യാമ്പസ് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിലെ അവസ്ഥ അത് അമ്മാതിരി ബ്ലോക്കാ. പോലീസുകാരൊക്കെ കഷ്ടപ്പെടുക. അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്, ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മളിപ്പോൾ ബ്ലോഗ് എടുത്താൽ ചിലപ്പം ചീത്ത കേൾക്കും, വേറെ കാര്യം. എന്തായാലും അവിടെ ക്രോസ് ചെയ്യുമ്പോൾ വ്ളോഗ് എടുക്കരുതല്ലോ, സ്വയമായിട്ട് അവർക്കും പ്രശ്നമാകുമല്ലോ. നമ്മൾ ദൈവദർശനം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവനിപ്പോൾ വരും. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ മുതുക്ക് ബ്ലോക്ക്. ഇവിടെ കോളേജും സ്കൂളൊക്കെ തുറക്കുന്ന ദിവസം നല്ല ബ്ലോക്കാണ് ഉണ്ടാവാറ്. അതെന്നെ സ്വാഭാവികമായിട്ടും സംഭവിച്ചത്, വേറെ കാര്യം. പിന്നെ എന്ത് പോവാ, നമ്മളിപ്പം വഴി കടന്ന് ഇവിടെ എത്തി. ഇങ്ങനെയൊക്കെയോ തത്രപ്പാട് വിട്ടാണ് ബ്ലോക്കൊന്നും കടന്നത്. ഇനിയിപ്പം അവളെ മീറ്റ് ചെയ്യുക സേവ്യൻ്റെ മുമ്പിൽ. അതാണ് ഇനി അടുത്ത വണ്ടി. ആളെ കിട്ടിയിട്ടുണ്ട്.
എനിക്ക് എടുക്കണ്ടില്ല ഇനിയോ ആ നീ എടുക്കണ്ടേ? ഞാൻ എടുക്കില്ല പൊട്ടി അവളെ വേഗം നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട്. അജാതി ബ്ലോക്ക്. ഇനി അവളെ വീഡിയോ കുറച്ച് എടുക്കട്ടെ. ഗായ്സ് നമ്മൾ അങ്ങനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതെ കണ്ടുമുട്ടിയിരിക്കുന്നു. നല്ല ബ്ലോക്കാണ് ഇവിടെ. നല്ല ബ്ലോക്ക് ഉണ്ട് ഗായ്സ്. വേർത്ത് കുളിച്ചു. കോളേജിലെത്തി. ഇവിടെ ആൾ വീഡിയോഗ്രാഫിയിലാണ്. കോളേജിലെത്തി. ആ കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. അയ്യോ നമ്മളെ സ്ഥിരം ഡെസ്റ്റിനേഷനായ തണലിലേക്കാണ് നമ്മൾ നടപ്പ്. കുറേ കാലത്തിന് ശേഷം ഇവിടെയൊക്കെ കാണുമ്പോൾ എന്തോ പോലെ. എനിക്ക് ഈ എന്താ പറയുക ഹോം സിക്നെസ് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഇങ്ങോട്ട് വരലെന്ന് പറയും. ഒന്ന് ട്രിപ്പ് പോകാൻ. അതെ ഹോം സിക്കിനെ കണ്ടോ? നിങ്ങൾക്ക് ഹോം സിക്നെസ് ഞങ്ങൾക്കെന്നല്ല, എനിക്കില്ല, ഞങ്ങൾക്കുണ്ട്. ഈ ഞങ്ങൾക്കുണ്ട്. കണ്ട നേലികൾ. നൈസ്. കുറേ കാലത്തിന് ശേഷം അതൊന്ന് കാണുന്നേ. ഇത് മറ്റേ ഇതാണ് ആൾക്കാരെ പേടിക്കാതെ. റീൽസിന് മാത്രമേ ഡയലോഗുള്ളൂ. ഇപ്പോൾ ഡയലോഗൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മളെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സിൽ പോകണം. ബൈ. കണ്ടോ ഹൈറ്റ് കൂടി ഭയങ്കര പൊക്കം വെച്ച്. ആ ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ ചാനലിലും വീഡിയോ വരുന്നതായിരിക്കും. ഡു സബ്സ്ക്രൈബ് ഹരിഷ്മ പഠിക്കൽ യൂട്യൂബ് ചാനൽ. യെസ് ആൻഡ് ഓൾസോ മൈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ടുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.